ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അർച്ചനയുടെ കല്യാണമാണ്. അപ്പം ഞാൻ ഫാമിലിയായിട്ട് പോകുന്നുണ്ട് കല്യാണം കൂടാൻ. കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ ഒരു സാരിയൊക്കെ ആവാം എന്നുള്ള രീതിയിൽ ഞാൻ സാരി എടുത്തിട്ടാണ് ഇന്ന് പോണത്. ഇന്ന് കൊളത്തൂരാണ് കേട്ടോ കല്യാണം. അവിടെ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് ആണ് പ്രോഗ്രാം ഉള്ളത്. രാവിലെ കല്യാണം അമ്പലത്തിൽ വെച്ച് നടന്നിട്ട് അതിനുശേഷം അവർ കല്യാണ മണ്ഡപത്തേക്ക് വരികയാണ് ചെയ്യുക. അപ്പം ഞാൻ സെറ്റ് ആവട്ടെ. സാധാ മേക്കപ്പ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിന് മേക്കപ്പ് എന്ന് പറയുമോയെന്ന് വെച്ചാൽ അറിയില്ല. കാരണം ഒരു പൗഡർ ഇടുന്നു, ഒരു പൊട്ട് തൊടുന്നു, കണ്ണെഴുതുന്നു, ഐലൈനർ ഇടുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു. ഇത്രേ ചെയ്യാനാകെ അറിയുള്ളൂ. അങ്ങനെ ഒരുവിധം പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനൊന്ന് സെറ്റായേ. ഇന്ന് ഞാനും മഹേട്ടനും പൊന്നും മാത്രമേ കല്യാണത്തിന് പോകുന്നുള്ളേ. ഇന്ന് എന്താണാവോ ഒത്തിരി മുഹൂർത്തങ്ങളുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒത്തിരി കല്യാണങ്ങളുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇന്ന് 4 കല്യാണം പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് പോകാനാണ് വെച്ചാലോ രണ്ടാളും. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഒരാൾ 4 എത്തണമെങ്കിൽ നമുക്ക് പറ്റുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ ഞാനൊരുവിധമൊക്കെ സെറ്റായി. ഇനി നമുക്ക് പൊന്നൂനൊന്ന് ഒരുക്കിയിട്ട് വേഗം കല്യാണത്തിന് പോകാൻ നോക്കണേ. അങ്ങനെ പൊന്നൂന് ഒരുക്കൽ തുടങ്ങി. പൊന്നൂനാണെങ്കിൽ അന്ന് പീലിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോയപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഡ്രസ്സ്. ആ ഡ്രസ്സാണ് ഇട്ടുകൊടുത്തത്. നല്ല ഇഷ്ടമാണ് എനിക്ക്. അത് ഇട്ടുകൊടുത്തിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. ഇന്ന് കല്യാണത്തിന് ഞാനും മഹിയേട്ടനും പൊന്നും മാത്രമാണ് കേട്ടോ പോണത്. ഞങ്ങൾ ബൈക്കിലാണ് പോണത്. ആരോണാണെങ്കിലോ ഇന്ന് ആമയുടെ കൂടെ കളിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ പാടെ അവരെ കണ്ടു. പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. കാരണം കല്യാണോടല്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റേജിൻ്റെ അവിടെ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. ഫുഡ് കഴിക്കാൻ പോയേ. സദ്യയായിരുന്നേ, നല്ല സദ്യയായിരുന്നു. അത്യാവശ്യം കഴിച്ചു. സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോരുകയാണ് ചെയ്തത്. എന്താ വെച്ചാൽ കുട്ടികളുടെ സ്കൂൾ പൂട്ടിയിട്ട് കുട്ടികൾ എത്ര ദിവസമായിട്ടും നിലമ്പൂരിലൊന്നും പോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരിന്ന് വൈകുന്നേരം ഒരു കല്യാണം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലാക്കണം. അങ്ങനെ അവർ 2 ദിവസം അടിച്ച് പൊളിക്കട്ടെ എന്ന്. അധികം വൈകാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ MESൻ്റെ അതിൽ കൂടെ ഉള്ള റോഡായതുകൊണ്ട് തന്നെ മലഞ്ചെരിവുകളും ഒക്കെ അങ്ങനെ നല്ല വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അവിടെ ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ വെറുതെ ഇറങ്ങും, 1-2 വീഡിയോസ് മാതിരി എടുക്കും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോന്നപ്പോൾ മഹേട്ടൻ പറഞ്ഞു, കൊളത്തൂര് ആ ഭാഗത്തായിട്ട് MES എത്തുന്നതിന് തൊട്ട് മുന്നൊക്കെ ആയിട്ട് ഒരു കുരങ്ങൻ കുളം അങ്ങനെ ഒരു സ്ഥലമുള്ള ഒരു വലിയൊരു കുളമുണ്ടേ, അവിടേക്ക് പോയാലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ പോയേ. അങ്ങനെ ഞങ്ങൾ ആ കുളം തേടി പോകുന്ന സമയത്ത് അവിടെ നല്ല പച്ചപ്പ് തോന്നിക്കുന്ന തരത്തിലുള്ള മുക്കുറ്റി ചെടികളൊക്കെ നിറഞ്ഞ ഒരു പാടവും പിന്നെ ഒരു പൂളക്കിഴങ്ങ് കൃഷിക്ക് വേണ്ടി കുത്തിയിട്ടുള്ള ഒരു സ്ഥലവും പിന്നെ അത് നല്ല പച്ചപ്പ് തോന്നിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇത് അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തേ. സത്യം പറഞ്ഞാൽ ഈ ചൂടത്തുള്ള യാത്രയിൽ ഇങ്ങനെ പാടത്തിൻ്റെ നടുവിൽ നിന്ന് കാറ്റ് കൊള്ളണത് ഇത്തിരി നല്ലൊരു അനുഭവമാണ് കേട്ടോ. അപ്പോൾ പൂളക്കൊമ്പുകളൊക്കെ കണ്ടില്ലേ, കാറ്റത്ത് അടുമ്പുള്ളൊരു രസം, അതേമാതിരി നമ്മൾ അത്യാവശ്യം നല്ല കാറ്റും കൊണ്ട് അടിച്ചു പൊളിച്ചേ. അങ്ങനെ ഞങ്ങൾ പാടത്തിൻ്റെ ഭംഗി ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന സമയത്ത് പൊന്നും ഇങ്ങനെ ഓരോരോ പൂക്കളും പറിച്ച് നടന്നേ. അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോയി കുളത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. കുളം കണ്ടതും പൊന്നു പിന്നെ വെള്ളത്തിൽ നിന്ന് നീക്കാതെ ആയേ. അവിടെയാണെന്ന് വെച്ചാലോ കുറേ കുട്ടികൾ നീന്തൽ പഠിക്കുന്നുണ്ടായിരുന്നേ. സത്യം പറയാലോ, അവർ നീന്തണം കണ്ടിട്ട് അസൂയ തോന്നിയിട്ടോ. അസൂയ എന്നല്ല, എന്താ അതിന് പറയാന്നറിയില്ല. ഒരു വെള്ളപ്പൊക്കം വന്നാൽ തീർന്നു. അക്കോലത്തിലുള്ള നമ്മളൊക്കെ ചെറിയ കുട്ടികൾ നന്നായിട്ട് നീന്തണം കാണുമ്പോൾ നമുക്കുണ്ടാവുമല്ലോ ഒരാഗ്രഹം. എന്തായാലും പൊന്നു നന്നായിട്ട് അടിച്ച് പൊളിച്ച് വെള്ളത്തിൽ കളിച്ചു കേട്ടോ. ആരുവിന് എന്തായാലും ഇത് മിസ്സായേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വണ്ടി വിട്ടേ. അങ്ങനെ വീട്ടിൻ്റെ അവിടെ എത്താനായപ്പോഴേക്കും വെയിലടിച്ച് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഒരു ലൈമൊക്കെ കുടിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. സത്യത്തിൽ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിൽ കൂടി 2 ഉന്നക്കായും പിന്നെ അണ്ടിപ്പുട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈമൊക്കെ കുടിച്ചു. ചായയും ലൈമും ഉന്നക്കായും
അണ്ടിപ്പുട്ടൊക്കെ കഴിച്ച് പാർസൽ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇനി ഇന്ന് വൈകുന്നേരത്ത് ഇവര് പാർക്കാൻ പോകുന്നുണ്ട് വലമ്പൂരിലേക്ക്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ ഇവര് തിരിച്ച് വരിക. ഇനി വേഗം വീട്ടിലേക്ക് പോയിട്ട് വേണം അവർക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ സെറ്റാക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുത്തു വിടാൻ. പിന്നെ ഇവർ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ ഷോക്കാവും. കാരണം ഇവര് സൗണ്ടും ഒന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. ടാറ്റാ.